അഡ്വക്കേറ്റ് അനിൽ വിളയിൽ ഇന്ന് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് SIT ചില ഇടപെടലുകൾ നടത്തി. ഇപ്പോൾ ഭാഭ ആറ്റോമിക് റിസർച്ച് സെന്ററിലേക്ക് ഈ സാമ്പിളുകൾ അയക്കാൻ പോകുകയാണ്. VSSCയിൽ നടത്തിയ പരിശോധനയിൽ കാര്യമായ ഫലമൊന്നും ലഭിച്ചില്ല. വീണ്ടും സാമ്പിൾ പരിശോധനയ്ക്ക് അയക്കുന്നു. എങ്ങനെയാണ് ഈ വിശേഷത്തെ നോക്കിക്കാണുന്നത്? പ്രാധാന്യമുള്ള രണ്ട് സ്ഥാപനങ്ങളാണ് VSSCയും ബാർക്കും. VSSCയിലെ ശാസ്ത്രജ്ഞന്മാരെ പോലും സ്വാധീനിച്ചിട്ടുണ്ടോ എന്ന് ആരെങ്കിലും സംശയിക്കുകയാണെങ്കിൽ പറയാൻ സാധിക്കില്ല. ഇത് തുടക്കം തൊട്ട് തന്നെ എല്ലാവർക്കും ഉണ്ടല്ലോ ഈ സംശയങ്ങളൊക്കെ തന്നെ. കാരണം ഇത് അന്വേഷണം വഴിതെറ്റിക്കുന്നുണ്ടോ, എല്ലാവരെയും സ്വാധീനിക്കുന്നുണ്ടോ, പുറത്തിറങ്ങിയ പ്രതികൾ നിസ്സാര വ്യക്തികളല്ല തുടങ്ങിയ ഘടകങ്ങൾ പരിശോധിക്കുമ്പോൾ ശാസ്ത്രജ്ഞന്മാരെ സംബന്ധിച്ച് അടുത്ത കാലത്തായിട്ടൊക്കെ ചില സംശയങ്ങൾ ചില കോണുകളിൽ ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ. നമ്മൾ എല്ലാവരും ഞാൻ തുറന്നു പറഞ്ഞില്ലെങ്കിൽ പോലും എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അതിന്റെ ആ സാഹചര്യത്തില് ഇത് യഥാർത്ഥത്തില് ഇതിനകത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് പൊതുസമൂഹം വിലയിരുത്തുന്നത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി എന്തൊക്കെ പറഞ്ഞാലും അടച്ചിട്ട മുറിയിൽ ഏതൊക്കെ വാദങ്ങൾ നടന്നാലും ഈ കേസിനെ അട്ടിമറിക്കാനുള്ള ഒരു വളരെ വലിയ പദ്ധതി, ഒരു തിരക്കഥ പുറത്ത് തയ്യാറായിട്ടുണ്ട് എന്നും അതിന്റെ അടിസ്ഥാനത്തിലാണ് VSSCയിലെ പരിശോധനാ ഫലവും ശാസ്ത്രജ്ഞന്മാരുടെ മൊഴികളും ഒക്കെ തമ്മിൽ പൊരുത്തക്കേട് ഉണ്ടായതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനിയും ബാർക്കിന്റെ പരിശോധനയുടെ ഫലം വരട്ടെ, അന്നേരം അവരുടെയും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പിന്നെ ഇത് എവിടോട്ട് പരിശോധിക്കാൻ പോകും? അതാണ് പ്രശ്നം. ഇത് ശാസ്ത്രീയമായ അന്വേഷണം നടത്താൻ SIT പോലുള്ള ഒരു അന്വേഷണ ഏജൻസിക്ക് സാധിക്കില്ല എന്നുള്ളത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി സമ്മതിക്കുകയും അതിന്റെ അടിസ്ഥാനത്തില് വളരെ ശാസ്ത്രീയമായ അന്വേഷണം നടത്താൻ കഴിവും പ്രാപ്തിയുമുള്ള ഏജൻസികളെ ഈ കേസിന്റെ അന്വേഷണം ഏൽപ്പിക്കുകയും വേണം. ഇല്ലെങ്കിൽ ഇങ്ങനെ VSSCയിൽ തിരുവനന്തപുരത്ത് നിന്ന് ബോംബെയിൽ നിന്ന് വേറെ എവിടോട്ടെങ്കിലും ഒക്കെ ഇങ്ങനെ ഷട്ടിലടിക്കുന്ന രീതിയിൽ അന്വേഷണം നടത്തുന്നത് വളരെ ദുഃഖകരമാണ്. എല്ലാവരും പുറത്തേക്ക് വരിവരിയായി. അഡ്വക്കേറ്റ് അനിൽ വിളയിൽ, ഇതിൽ സംസ്ഥാന സർക്കാരിന്റെ ഒരു രാഷ്ട്രീയ താല്പര്യം കൂടി SIT നടത്തിക്കൊടുക്കുന്നു എന്ന് വേണ്ടേ കരുതാൻ? കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാലമാണ് വരാൻ പോകുന്നത്. ഇങ്ങനെ ഈ അന്വേഷണം വലിച്ചു നീട്ടി കൊണ്ടുപോകുക, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഇതിൽ കുറ്റപത്രം കൊടുക്കാത്ത വിധത്തിൽ ഇങ്ങനെ ഈ കേസ് അനന്തമായി നീട്ടിക്കൊണ്ടുപോകാനുള്ള ഒരു നീക്കം ഉണ്ടാകുന്നില്ലേ? ഒപ്പം തന്നെയാണ് ഇപ്പോൾ കൊടിമരത്തിന്റെ പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന വിജിലൻസിന് അന്വേഷണം ചെന്നെത്തി നിൽക്കുന്നത്. അതും നമുക്കറിയാം, UDFന്റെ ഭരണസമിതിയാണ് അത് നടത്തിയത്. വലിയ ക്രമക്കേട് അക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ രാഷ്ട്രീയപരമായി ഈ കേസിനെ വഴിതിരിച്ചുവിടാൻ, ഒപ്പം രാഷ്ട്രീയമായ അനുകൂലമായ ചില കാലാവസ്ഥകൾ സൃഷ്ടിച്ചെടുക്കാൻ കൂടിയുള്ള നീക്കം നടക്കുന്നില്ലേ? അതെ, തീർച്ചയായിട്ടും. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം ഒരു കട്ടളപ്പാളി വിഷയവുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടങ്ങി ഇപ്പൊ പുറകോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ഈ ദേവസ്വം ബോർഡിന്റെ രൂപീകരണത്തിലെ ആദ്യത്തെ ദേവസ്വം ബോർഡ് ഒഴികെ നാളിതുവരെ ഉള്ളതെല്ലാം ശബരിമല ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിൽ ഇത്തരത്തിലുള്ള മോഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു മാലപ്പടക്കം പോലെയാണ്, പിറകോട്ട് കത്തിക്കൊണ്ടിരിക്കുന്നതിന് മാലപ്പടക്കം പോലെയാണ് ഇപ്പോൾ സംഭവങ്ങൾ നടക്കുന്നത്. ഇത് SIT പോലുള്ള ഇത്രയും ചെറിയൊരു സംവിധാനത്തിന് താഴോട്ട് അന്വേഷണം നടത്താനുള്ള കഴിവും പ്രാപ്തിയും ആത്ബലവും ഒന്നുമില്ല. കേരളത്തിലെ മൊത്തം പോലീസോടെ വിചാരിച്ചാൽ പോലും ദേവസ്വം ബോർഡിലെ മൊത്തം അഴിമതികളും കൊള്ളകളും കണ്ടുപിടിക്കാൻ സാധിക്കില്ല. കൊടിമരം അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വാർത്തയുണ്ട്, ശബരിമലയിലെ കാണിക്ക് എണ്ണുമ്പോൾ തന്നെ അവിടെയുള്ള ഉദ്യോഗസ്ഥരൊക്കെ എത്ര രൂപയാണ് കടത്തിക്കൊണ്ടുപോയെന്ന വാർത്ത. ഇങ്ങനെ ഓരോന്ന് അന്വേഷിച്ച് പോകുമ്പോൾ ഓരോ കുറ്റങ്ങൾ കണ്ടുപിടിച്ച് പോവുകയാണെങ്കിൽ ഇത് SIT ഒരിടത്തും ഇന്ന് അന്വേഷണം അവസാനിപ്പിക്കില്ല. അതുപോലെ തന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള കാരണങ്ങളുണ്ട്. ഇത് കടകംപള്ളി സുരേന്ദ്രനിലേക്കും മറ്റും പോകരുതെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. അപ്രകാരം പോവുകയാണെങ്കിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇടതുപക്ഷത്തിന് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് ഇതാകെ കലങ്ങി തെളിഞ്ഞ് ഒന്നും സംഭവിക്കില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഇത് കലങ്ങി കിടക്കത്തേ ഉള്ളൂ, തെളിയത്തില്ല ഒരിക്കലും. അതിനുവേണ്ടിയുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ ഉണ്ട്. അത് രാഷ്ട്രീയപരമായിട്ടും CPM ഒക്കെ തന്നെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് വളരെ നിരാശാജനകമായ ഒരു സാഹചര്യമാണ് ഈ കേസ് അന്വേഷണത്തിൽ ഉണ്ടായിരിക്കുന്നത്.